വിചാരം. അനുജിത എനിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ടേ. എന്നെ കൊണ്ടാവില്ല ഇങ്ങനെ ഇവിടെ വന്ന് കുറ്റിയടിച്ചു നിൽക്കാൻ. ഒന്ന് അകത്ത് വന്ന് കഴിച്ചിട്ട് പോയിക്കൂടെ? ഒരു ഓട്ടക്കാരൻ കുന്തം. അമ്മേ, ഒന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഞാൻ വരുന്നില്ല. നീ വെറുതെ കുഞ്ഞിനെ ദേഷ്യം പിടിപ്പിക്കാൻ നോക്കരുത് കേട്ടോ. എത്ര നേരം വെച്ചാ ഇങ്ങനെ കാത്തു നിൽക്കുക? ഇനി 5 അല്ലെങ്കിൽ 10 വരെ ഞാൻ എണ്ണും. അതിനകം വന്നില്ലെങ്കിൽ ഈ മുട്ടയും പാലും നാഗര സങ്കല്പിച്ച് ഈ നടക്ക് തന്നെ അഭിഷേകം ചെയ്യും. പുണ്യം കിട്ടുമല്ലോ. 1 2 3 4 5 6 7 7 8 8 9 9 10 എത്തി. ஓ என்ன அன்பு பாருண்ணா, எவ்வளவு நேரமா பாலும் முட்டையும் வச்சு வெயிட் பண்ணிட்டு இருக்கு. നിന്റെ തമിഴ് എന്നോട് വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ക്ഷമിക്കണണ്ണ. ക്ഷമിക്കണം എന്നല്ല, ക്ഷമിക്കണം. 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 പറ. പഴം എന്ന് പറ. പഴം. 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 വഴിന്ന് പറ. വേണ്ട 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 വേണ്ട. യാ രാ ലാ വാ ഷാ ഷാ സാ ഹ പറ. യാ രാ ലാ വാ ഷാ 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 ഷാ. ഈ മുട്ട കഴിച്ചിട്ട് പറഞ്ഞു നോക്കിയാൽ ശരിയാവും. ഗുഡ് മോർണിംഗ്. ഞാൻ ഈ മുട്ട ഇടാ പറഞ്ഞ ഗുഡ് മോർണിംഗ്. എത്ര നേരായിട്ട് ഞാൻ ഇവിടെ കാത്തു നിൽക്കാന്ന് അറിയോ? പാല് തണുത്തു, ചൂടാക്കണോ? നീ വെറുതെ ചൂടാകണ്ട സുധു. ഞാൻ രാവിലെ തന്നെ ചൂടായി നിൽക്കുകയാണ്. നിനക്കറിയാമല്ലോ, നീ വലിയ സുദർശനാണെങ്കിലേ ഞാൻ അഗ്നിദേവനാണ്. എന്നെ തൊട്ടാ പൊള്ളും. വരെ തൊട്ട് നോക്ക്, പൊള്ളും. ഞാൻ വെറുതെ പാല് കുടിച്ചാൽ മതി, അകത്ത് കിടന്ന് തിളച്ചോളും. ആ അപ്പൊ അണ്ണയും മുട്ട ചുമ്മാ തിന്നാ മതിയല്ലോ, വയറ്റിൽ കിടന്ന് ആംപ്ലേറ്റ് ആയിക്കോളും. ഇവന് കുറച്ച് കൂടുന്നുണ്ട്. നീ ഇത് പറ. സുരലല്ല നാദ തൂം തൂം തൂപിന് യോത്തര നൃത്യരതേ കൃത കുകുതോ കുകുതോ ഗടധാതിക താള കുതൂഹല ഗാനരതേ ദുഗുഗുദു ദുഃഖട ധിമി ധിമി ധദ്വനി ധീരമർദ്ദങ്കനെ നാദരതേ പറ. രഘുപതി രാഘവ രാജാറാം പതിത പാവന സീതാറാം. എന്താ ഇതനിയം കുട്ടാ? മോനെ ഉവ്വാവ് വരാതിരിക്കാൻ ഈ കൊച്ചു കവിളൊരു ഉമ്മ വന്നേ. ഉവ്വാവ് വരാതിരിക്കണമെങ്കിൽ കറക്കം കുറയ്ക്കണം നിന്റെ. ഒരുമ്മയ്ക്ക് വേണ്ടിയാ ഞാൻ തല കുണിച്ചത്, അല്ല തലേക്കറല്ല. ഒറ്റ ഇടി വെച്ചെന്നാണ്ടല്ലോ. ആ എന്റെ സ്വഭാവം മാറ്റില്ലേ? കറങ്ങി നടക്കുന്ന പോലും. ഞാൻ കറങ്ങി നടന്നാലേ നമ്മുടെ മലയാള ശബ്ദം പത്രം ഇറങ്ങൂ. വിശ്വലക്ഷ്മി തമ്പുരാട്ടി. ഞാൻ കൈകാര്യം ചെയ്യുന്ന എന്റെ നാട് എന്ന കോളത്തിന്റെ റീഡർഷിപ്പ് എത്രയാണെന്ന് മുത്തശ്ശിക്ക് അറിയോ? അറിഞ്ഞു. എനിക്കറിയാം. ആ പത്രങ്ങളിൽ വരുന്ന പ്രതികരണങ്ങൾ വായിക്കാറുണ്ടോ? ഞാൻ വായിക്കാറുണ്ട്. എന്റെ നാട് കോളം ശക്തമാവുന്നുണ്ട്, പൂർവാധികം ശക്തമാവുന്നുണ്ട്. കാര്യം പറയുന്നതിന്റെ ഇടയിലാണോ കാല് പിടിക്കുന്ന ഇഡിയറ്റ്? ഞാൻ മുത്തശ്ശിയുടെ കാല് പിടിക്കുന്ന അന്യൻ എന്താ വലിയ ആള്. മുത്തശ്ശി, ഈ ആഴ്ചത്തെ വനിതാ പങ്ക്തി എങ്ങനെയുണ്ട്? പോരാ. ഒരു വായനക്കാരന്റെ പ്രതികരണമാണ്. സ്ത്രീ വിമോചനത്തെ പറ്റി ഞാൻ എഴുതിയത് ഒരു നല്ല ലേഖനായിരുന്നില്ലേ മുത്തശ്ശി? അല്ല, ചോദിച്ചില്ല. വേറൊരു വായനക്കാരന്റെ പ്രതികരണമാണ്. ഒരു വായനക്കാരിയോട് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഈ പ്രതികരണം അറിഞ്ഞാ മതി. പോരാ മോളെ. മുത്തശ്ശി പോരാ മോളെ എന്നല്ല, തീരെ പോരാ മോളെ. വളരെ മോശം. എടി കാലുപിടുത്തക്കാരി, നീ ഈ എഴുത്തുപുര വീട്ടിലെ ഒരു അംഗമായി പോയതുകൊണ്ടും മരിച്ചുപോയ എന്റെ ഒരേ ഒരു അമ്മാവൻ ഗോദവർമ്മ തമ്പുരാന്റെ മകളായി പോയതുകൊണ്ടും ഈ പത്രത്തിന്റെ പത്രാധിപർ, അതായത് എന്റെ അച്ഛൻ, ആ ബന്ധത്തിൽ നിന്റെ അമ്മാവനായി പോയതുകൊണ്ടും മലയാള ശബ്ദം പത്രം നമ്മുടേതായി പോയതുകൊണ്ടും ആയതുകൊണ്ടും മാത്രമാണ് നിന്റെ ഈ ചവർ ആശയങ്ങൾ ഇതിൽ അച്ചടിച്ചു വരുന്നത്. മേലിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ സംഭവിക്കാതിരിക്കാനുള്ള സമ്പ്രദായങ്ങളിലേക്ക് കടക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നിന്റെ ഒരൊറ്റ ചവർ സാരം ഞാൻ ഇതിലെടുപ്പിക്കില്ല. അതിന് നിന്നെ ആരാ അപ്പോയിന്റ് ചെയ്തത്? പിന്നല്ലേ രാജിവെക്കുന്നത്? ആ അച്ഛാ, ഞാനിപ്പോ വരെ കുറെ നാളായിട്ട് ഇവക്ക് ഞാൻ എന്താ സിഎമ്മിന്റെ പ്രസ് കോൺഫറൻസ് എപ്പോഴാ? ഉച്ചയ്ക്ക് 2 മണിക്ക്. അല്ലപ്പെട്ട അത് ജേക്കബ് അറ്റൻഡ് ചെയ്തു വെച്ചാ. ജേക്കബ് ഒന്നും അറ്റൻഡ് ചെയ്താ പോരാ, അത് നീ തന്നെ അറ്റൻഡ് ചെയ്യണം. അനാവശ്യമായ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയാറില്ല. അനാവശ്യം അങ്ങേക്കല്ലേ തോന്നുന്നത്? ആവശ്യമാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. ഈ നാട്ടിലെ ജനങ്ങൾക്ക് തോന്നുന്നു. ജനങ്ങളുടെ ആവശ്യം സർക്കാരിന്റെ കണ്ണിൽ അനാവശ്യമാകുന്നതാണ് അങ്ങയുടെ ഭരണത്തെ പറ്റിയുള്ള ഏറ്റവും വലിയ ആരോപണം. നിഷേധിക്കാൻ പറ്റുമോ? മിസ്റ്റർ രവിവർമ്മ വളരെ അജിറ്റേറ്റഡ് ആണല്ലോ. രവിവർമ്മ അല്ല, എന്റെ സൊസൈറ്റി ഈസ് അജിറ്റേറ്റഡ്. യു കനോട്ട് ജസ്റ്റ് സിംപ്ലി റൂൾ ഔട്ട് പബ്ലിക് ഒപ്പീനിയൻസ്. നമുക്ക് ഇവിടെ നിർത്താം അല്ലേ? മുത്തശ്ശിയുടെ ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല.
അച്ഛനെ അന്വേഷിച്ചതായി പറയും ആ. വരട്ടെ. ഓക്കെ. ഇതൊന്നും പ്രൊഫഷണലിസം അല്ലമ്മേ, ചീപ്നെസ്, ഓവർ സ്മാർട്ട്നെസ്. നീ അവനോടൊന്നും സംസാരിക്കണ്ട, ഞാൻ പറഞ്ഞോളാം. ചീഫ് മിനിസ്റ്റർ ആരാണെന്ന് അവന്റെ വിചാരം? പവർ പൊളിറ്റിക്സിന്റെ ടാക്ടിക്സ് മനസ്സിലാക്കി ഞാൻ ഓരോ ചുവടും മുന്നോട്ട് വെക്കുക. ആൻഡ് ദിസ് ഫൂൾ ഈസ് ആക്ടിംഗ് അഗൈൻസ്റ്റ് മൈ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊസീജിയർ. ഐ കാൻ സ്റ്റാൻഡ് ദിസ്. കാലത്ത് വിവരമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണോടി ഒരു കണ്ണാടി വെച്ച് വിവരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്? ഒരു ബുദ്ധിജീവിയുടെ ഗമയ്ക്ക് വേണ്ടിയായിരിക്കും. അനിയൻ ചേട്ടാ, പ്രസ് കോൺഫറൻസ് പ്രശ്നമാക്കിയിരിക്ക. അപ്പച്ചിയും അപ്പേട്ടനും അതിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ? ആരും എന്നോടൊന്നും പറയില്ല. നീ എന്താ വീട്ടിൽ പോകാതെ ഇവിടെ നിന്ന് കളഞ്ഞേ? എനിക്ക് മുത്തശ്ശിയുടെ കുറച്ച് റെഫറൻസ് ഒക്കെ ചോദിച്ചറിയാനുണ്ടായിരുന്നു. എന്താണോ മാഡം ടോപ്പിക്? ഞാൻ അഗ്നിദേവനെ കുറിച്ച് സ്റ്റഡി ചെയ്തോണ്ടിരിക്കുക. ഓഹോ, റെഫറൻസ് കൊടുത്ത് മുത്തശ്ശി ഉറക്കിയോ? ഇനി മുത്തശ്ശി ഉറങ്ങിയോന്ന്? ഇല്ലാന്ന്. ഇതെന്താ നാളെ പരീക്ഷ വല്ലതുണ്ടോ ഇരുന്ന് പഠിക്കുന്നത്? നീ വല്ലതും കഴിച്ചോ? ആ, ഞാൻ കഴിച്ചോളാം. ലൈറ്റ് അടച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക്. കൊച്ചു പിള്ളേര് ഇങ്ങനെ ഉറക്കം ഇളക്കരുത്. അച്ഛൻ കഴിച്ചോ? അപ്പച്ചിയും അപ്പേട്ടനും കഴിച്ചു. അമ്മാവനും കഴിച്ചെന്നാ തോന്നുന്നോ? അദ്ദേഹം കഴിച്ചിട്ടില്ല. അച്ഛാ, അച്ഛൻ ഊണ് കഴിക്കണ്ടേ? ഉറങ്ങിപ്പോയി, ആരും വിളിച്ചില്ല. ആ. വന്നേ. അമ്മാവൻ കഴിച്ചില്ലെന്ന് ഞാൻ അറിഞ്ഞില്ല. നീ അന്വേഷിച്ചില്ല. നീ സൊസൈറ്റി കൾച്ചറിലേക്ക് മാറുവാണോ സുധു? എന്തിനാ സ്പെക്സ് മാത്രമായി കളഞ്ഞ മുടിയും ബോബി ചൂണ്ടി ചായം തേക്ക്? സൊസൈറ്റിക്ക് എന്താ കുഴപ്പം? ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്കാൻ സമയം കിട്ടാറില്ല, അത് തന്നെയാണ് കുഴപ്പം. അനിയൂട്ടാ, ഭർത്താവിന് ആഹാരം വിളമ്പി കൊടുത്തിട്ട് നല്ല തറവാട്ടിലെ സ്ത്രീകൾ ആഹാരം കഴിക്കൂ. എന്റെ അമ്മ ഇപ്പൊ അത് ചെയ്യാറില്ല. നീ എന്നെ പഠിപ്പിക്കണ്ട. ആദ്യ ഭാവങ്ങളമ്മേ. പുന്നാര മോന്റെ MBA ഡിഗ്രിയും അമേരിക്കൻ ചിട്ടയും കണ്ട് അമ്മ മേളിക്കരുത്. മൈൻഡ് യുവർ വേർഡ്സ്. മൈൻഡ് ചെയ്തിട്ട് തന്നെ പറയുന്നത്. അച്ഛന്റെ കാര്യങ്ങളുള്ള അവഗണന ഈ വീട്ടിലൊരു പതിവായിട്ടുണ്ട്. അച്ഛനോട് മിണ്ടാട്ടമില്ല. അച്ഛൻ ഈ വീട്ടിലുണ്ടോ ഇല്ലെന്ന് പോലും ആരും ശ്രദ്ധിക്കാറില്ല. ഞാൻ സഹിക്കില്ലത്. ഈ വീട്ടിൽ മുത്തശ്ശി കഴിഞ്ഞാൽ പിന്നെ അച്ഛനാ വലുത്, അമ്മയല്ല. എന്താ അവിടെ ഷൗട്ടിങ്? എന്താ ഇവിടെ? എന്താ കാര്യം? അച്ഛൻ ഇതുവരെ ഉണ്ടിട്ടില്ല. ആരും അത് തിരക്കിയില്ല. എല്ലാരും ഊണും കഴിഞ്ഞ് കൈയും കഴിയങ്ങ് പോയി. അതിന് ഉരുട്ടി കൊടുക്കേണ്ട പ്രായമല്ലോ അച്ഛന്. അത് തന്റെ MBA സംസ്കാര. That's your standard, idiot. ആ കാൽ കളയുന്നതിനോട് നാശം. ആ ഇടയ്ക്ക് എടുത്ത് ഞാൻ കിണവർക്ക് തേങ്ങ അരയ്ക്കും. ഉറങ്ങാൻ നേരത്തെ ഒരു ദുന്തും ദുന്തും. അനിച്ചേട്ടാ, ഞാൻ അറിഞ്ഞില്ല. അനിച്ചേട്ടാ, പ്ലീസ്. എനിക്കിതൊക്കെ പേടിയാ. ഇനി ഞാൻ എല്ലാം നോക്കി ചെയ്തോളാം. അനിച്ചേട്ടാ, അനിച്ചേട്ടാ. പോ.